കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയ ഒരു വാർത്തയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും അതിൻ്റെ തലവന്മാരായ ഭീകരന്മാരുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ മത്സരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നൽകി. അന്ന് അതിൽ ഞങ്ങൾ അല്പം തമാശ കലർന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇനി അജ്ഞാതന് പണി എളുപ്പമായി. കാരണം മാളത്തിൽ കയറി കൊല്ലേണ്ട കാര്യമില്ല, കാരണം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രചരണത്തിനൊക്കെ അവർ പുറത്തിറങ്ങും, ഈസിയായി കാര്യങ്ങളെന്ന് പറഞ്ഞു. പക്ഷേ ഏതായാലും ആ പറഞ്ഞത് അറം പറ്റിയോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മൗലാന മുഹമ്മദ് അമീനെ അജ്ഞാതർ വെടിവെച്ചിട്ടു. ഗുരുതര പരിക്കെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. തട്ടിപ്പോയി ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും ഖൈബർ പഖ്തൂൺഖ്വാ ഖർക്കം ബഘേൽ പ്രദേശത്താണ് ഈ ആക്രമണം ഉണ്ടായിരുന്നത്. ഭീകരർ തുരുതുര വെടിവെക്കുകയായിരുന്നു. നിലത്ത് വീണ ഈ മൗലാന മുഹമ്മദ് അമീനെ ആശുപത്രിയിൽ എത്തിച്ചു. സീരിയസ് ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ഭീകരൻ ജെയ്ഷെ മുഹമ്മദിൻ്റെ മറ്റൊരു ഭീകരനായ മൗലാന മസൂദിൻ്റെ അടുത്ത ബന്ധുവാണ്. ഈ പറയുന്ന മൗലാന മുഹമ്മദ് അമീൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഒരുക്കങ്ങൾ വിലയിരുത്താൻ പോകുന്നത് വഴിക്കാണ് അജ്ഞാതൻ്റെ വെടിയേറ്റ് മണ്ണ് തിന്നേണ്ടി വന്നത്. ഏതായാലും മന്ത്രിയാകാൻ പോയവൻ മണ്ണ് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും അജ്ഞാതന് പണി കുറച്ചുകൂടി ഈസിയായി. കാരണം ഈ ഭീകരന്മാരെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രചരണത്തിനായി പോകേണ്ടതായിട്ടുണ്ട്. ഭീകരന് വളരെ എളുപ്പത്തിൽ ഇവരെ കണ്ടെത്താനും കൊല്ലാനും കഴിയും. പഴയതുപോലെ മാളത്തിൽ കയറി കൊല്ലേണ്ട സാഹചര്യം നിലവിലില്ല. ഇത് തന്നെയാണ് ഈ സമയം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.